ടു നിങ്ങൾ 25 പേർക്ക് സെല് ചെയ്യുന്നതിന് പകരം ഐ ആം ഗോയിങ് ടു സെൽ മൈ ബിസിനസ് ടു SJCET എന്ന് പറയുന്ന കോളേജ്. നോട്ട് സെല്ലിംഗ് ടു ഈച്ച് ആൻഡ് ലൈക്ക് നിങ്ങൾ 25 പേർക്ക് ഞാൻ സെല് ചെയ്യുന്നില്ല. ഡയറക്ട്ലി ഐ ആം സെല്ലിംഗ് ടു SJCET. സോ വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഞാൻ നിങ്ങൾക്ക് വിൽക്കുന്നതും ഞാൻ SJCET എന്ന് പറയുന്ന ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിക്ക് വിൽക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ആക്ച്വൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഈ B2B ആൻഡ് B2C കമ്പനി. പക്ഷെ നമുക്ക് ഒരു വിധത്തിൽ നമുക്ക് B2C എങ്ങനെ വിൽക്കുന്നതെന്നൊക്കെ നമുക്കൊരു ധാരണയുണ്ട്. ഓക്കെ, യു വിൽ ജസ്റ്റ് പുട്ട് ഔട്ട് ദ പ്രോഡക്റ്റ്. നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്ട്രപ്റ്റീവ് ആയ ഒരു പ്രോഡക്റ്റ് ഉണ്ട് നമ്മൾ പറയുന്നു, ആൻഡ് പീപ്പിൾ വിൽ ക്യാച്ച് അപ്പ് ആൻഡ് എല്ലാവരും അത് ഉപയോഗിച്ച് തുടങ്ങും. ഓക്കെ, ദാറ്റ്സ് ഹൗ എ B2C മാർക്കറ്റിംഗ് വർക്ക്സ്. പക്ഷേ ഞാൻ ഇപ്പോൾ നിങ്ങൾ 25 പേര് പറയുന്നു, ഞാൻ വളരെ ഇഷ്ടപ്പെട്ടാണ് ഈ പേന മേടിച്ചത്, ആൻഡ് യു ക്യാൻ ഓൾസോ ബൈ ദിസ് പെൻ. സോ ഐ എം ജസ്റ്റ് സെല്ലിംഗ് യു ദിസ് പെൻ. ഓക്കെ, ദാറ്റ് ഈസ് ഡൺ ദർ. പക്ഷേ B2B മാർക്കറ്റിംഗിൽ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ദ businesses take decisions in a completely different way. Okay, so I'll just take my drawing board. Okay, and people who know me know that I love drawing. Okay, so B2B marketing and sales. Okay, അപ്പം നമ്മൾ ഇതിൽ ഫണ്ടമെന്റലി അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്താണ് ഒരു B2B സെയിൽസും ഒരു B2C സെയിൽസും. ഐ ഹോപ്പ് I'm not gonna say anything motivational അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളത് പറഞ്ഞു, because I want you to actually learn something from this and go and implement it, because this is something I have preached in New Learn a lot, that students ആയി ഇറങ്ങുന്ന ആൾക്കാര് നമുക്ക് ഒരു സ്കില്ലെങ്കിലും അധികം ലേൺ ചെയ്തുകൊണ്ട് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റുമെങ്കിൽ we'll have a really better outcome as a whole for a nation. Okay, അപ്പോ so the whole thesis which I am pushing out here is നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് B2B മാർക്കറ്റിങ്ങിനെ പറ്റിയുള്ള ഫണ്ടമെന്റൽസ് എങ്കിലും നമുക്ക് ഇന്നുള്ളിൽ നിന്ന് പഠിച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു B2Bയിൽ നമ്മൾ സെല് ചെയ്യുന്നത് ആർക്കായിരിക്കും? കൺസ്യൂമേഴ്സിനായിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ B2Bയിൽ വിൽക്കുന്നത് മുഴുവൻ ബിസിനസ്സസിനായിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു ബിസിനസ്സിന് വിൽക്കുന്നതും ഒരു കൺസ്യൂമറിന് വിൽക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഡയറക്ട്ലി ഹിയർ യു ആർ സെല്ലിംഗ് ടു എ പേഴ്സൺ. ഓക്കെ, നിങ്ങൾ ഒരാൾക്കാണ് നിങ്ങൾ ഇവിടെ വിൽക്കുന്നത്. പക്ഷേ B2B ആകുമ്പോഴേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ, ഞാൻ SJCET എന്ന് പറയുന്ന ഒരു കോളേജിനെ വിൽക്കുന്ന സമയത്ത് ദ ഹോൾ തീസിസ് ചേഞ്ചസ്, ബിക്കോസ് ഐ വിൽ ഹാവ് ടു സെൽ ടു ആൻഡ് ബൈയിങ് കമ്മിറ്റി. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കേസ് എടുക്കുകയാണ്. അപ്പോൾ SJCETയുടെ ബൈയിങ് കമ്മിറ്റി എന്തായിരിക്കും? SJCETക്ക് വേണ്ടി ഞാൻ എന്റെ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് വരികയാണ്. ഓക്കെ, എന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ IT ലാബിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് അബൌട്ട് ബേസിക്കലി C പ്രോഗ്രാമിങ്ങിനെ നിങ്ങൾക്ക് എഫിഷ്യന്റ്ലി ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസോട് കൂടി നിങ്ങളുടെ ഇൻസ്ട്രക്ടേഴ്സിന് നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. ദിസ് ഈസ് ദ പ്രോഡക്റ്റ് ഐ ആം പിച്ചിങ്. അപ്പം വാട്ട്സ് ദ ഫസ്റ്റ് തിങ്? നിങ്ങളുടെ സർജു സാർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാക്കൽറ്റി ആണ്. ഓക്കെ, സോ ഹി ഹാസ് എ ബൈയിങ് ഡിസിഷൻ ഓവർ ഇറ്റ്. ഞാൻ എന്ത് പ്രൊഡക്റ്റോട് വിൽക്കാൻ പോകുന്നെങ്കിലും ഹി ഹാസ് എ ബൈയിങ് ഡിസിഷൻ ഓവർ ഇറ്റ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അവിടെ HOD ഉണ്ട്. അപ്പോൾ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് സമയത്ത് HODയും അവിടെ അവെയർ ആയിരിക്കും. ദെൻ ദെയർ വിൽ ബി യുവർ നിങ്ങളെ ഫൈനാൻസ് നോക്കുന്നത് ചിലപ്പോൾ ഒരു ബർസാർ ആവാം, ചിലപ്പോ നിങ്ങളുടെ ഫൈനാൻസ് നോക്കുന്ന ഒരു മാനേജർ ആവാം. ഓക്കെ, ഹൂഎവർ ഈസ് ഹെഡിങ് ദ ഹെഡ് ഓഫ് ഫൈനാൻസ് ഇൻ യുവർ കോളേജ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്തായിരിക്കും? ഇത്രയും ഒരു ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് ഈസ് ആക്ച്വലി കോസ്റ്റ്ലി. ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മാസം 5 ലക്ഷം രൂപ വില വരുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് വയ്ക്കാം. അപ്പം ഈ പ്രോഡക്റ്റ് വിൽക്കുന്ന സമയത്ത് മേ ബി ഓൾസോ നമ്മുടെ പ്രിൻസിപ്പൾ മൈറ്റ് ഓൾസോ ഗെറ്റ് ഇൻവോൾവ്. ഓക്കെ, ആൻഡ് അപ്പൊ എന്തായി? പ്രിൻസിപ്പളും ഇൻവോൾവ് ആയി. അപ്പൊ ഈ ആൾക്കാരുടെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ബൈയിങ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്തായിരുന്നു? നമുക്ക് B2Cയില് നിങ്ങൾ 25 പേരിലെ ഇൻഡിവിജ്വലി നിങ്ങൾ വിശ്വസിച്ചാൽ മതി എന്റെ പ്രോഡക്റ്റ് കൊള്ളാമെന്ന്. പക്ഷേ when I am selling to a B2B consumer, I need to convince that when I'm going and selling this to
ടെക്നോ പാർക്ക്. ഞാൻ ടെക്നോ പാർക്കിനകത്താണ് ഞാൻ എൻ്റെ പ്രോഡക്റ്റ് വിൽക്കാൻ പോകുന്നതെങ്കിൽ ടെക്നോ പാർക്കിന്റെ ഡിസിഷൻ മേക്കേഴ്സ് ഹു ആൾ ആർ ദേ? അപ്പം അതിന്റെ ടെക്നോ പാർക്കിന് സിഇഒ ഉണ്ട്, ടെക്നോ പാർക്കിന് ഒരു CFO ഉണ്ട്. അപ്പം ഹു ആൾ ആർ ഇൻ ദ പ്രോസസ് ഓഫ് ഇങ്ങനെ ഒരു ബൈയിങ് പ്രോസസ്സ് നടക്കുമ്പോൾ അതിന്റെ ഡിസിഷൻസ് എടുക്കാൻ സാധ്യത ഉള്ള ഡിസിഷൻ മേക്കേഴ്സ് ആരൊക്കെയാണോ അവരെയാണ് നമ്മൾ ബൈയിങ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ഫസ്റ്റ് ഡിഫറൻസ് യു ക്യാൻ സീ ഇൻ എ B2B ബിസിനസ്. നൗ നമുക്ക് ഇവിടെ എന്താ, നമ്മൾ എന്തുകൊണ്ട് ഒരു B2B ബിസിനസ് B2C ബിസിനസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വിൽക്കുന്നു? അതായത് ഞാൻ ഇവിടെ ഇൻഡിവിജ്വലി ഇതേ പ്രോഡക്റ്റ് ഞാൻ ഇൻഡിവിജ്വലി വിൽക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ചിലപ്പോൾ ഒരു 10,000 പെർ പേഴ്സൺ ആയിരിക്കാം. പക്ഷെ ഇതേ സാധനം ഞാൻ എൻ്റെ ഒരു B2B ഞാൻ SJCT വന്ന് വിറ്റപ്പോ എനിക്ക് ഒരു കോൺട്രാക്ട് കിട്ടി, ദാറ്റ് ഈസ് 2.5 lakh പെർ മന്ത്. കാരണം എന്താ, SJCTക്ക് അകത്ത് പഠിക്കുന്ന സ്റ്റുഡൻസ് ഈസ് ദാറ്റ് മച്ച് ദാറ്റ് ഒരു 200ഓളം പീപ്പിൾ ആർ ഗോയിങ് ടു യൂസ് ദാറ്റ്. അപ്പോ എന്റെ പ്രൊഡക്റ്റിന്റെ വാല്യൂ ഈസ് എക്സ്പോണൻഷ്യലി ഹയർ ആൻഡ് 200 പേരോളം അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നതുകൊണ്ട് SJCTക്ക് എന്റെ പ്രൊഡക്റ്റ് വാല്യൂബിൾ ആണ്. ആൻഡ് ഈ പറഞ്ഞ ഒരാൾക്ക് വിൽക്കുന്നതിന് പകരം ഒരു എൻറ്റിറ്റിക്ക് വിൽക്കുന്നു എന്നതുകൊണ്ട് ഐ ആം ഓൾസോ മേക്കിംഗ് എ ഡീസെന്റ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ടിക്കറ്റ് സൈസസ് ആർ കമ്പാരിറ്റീവ്ലി ലാർജർ ഓൺ B2B ബിസിനസ് ഡീൽസ്. അതുകൊണ്ടാണ് കൂടുതൽ B2B ബിസിനസ് ഡീൽസിൽ എന്ത് വരുന്നത്, ഒരു ഇൻഡിവിജ്വൽ അല്ല ഡിസിഷൻ എടുക്കുന്നത്, ഒരു ബൈയിങ് കമ്മിറ്റിയാണ് ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഒരു പ്രോഡക്റ്റിലേക്ക് വരികയാണ്. ഓക്കെ, നെക്സ്റ്റ് തിങ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ബയർ ജേർണി എന്താണ്. ഓക്കെ, ഇമാജിൻ, അപ്പം നമ്മൾ ഇനി ഈ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ ഈ കോഴ്സ് ഒരു മണിക്കൂറിനകം ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ ഞാൻ തരുവാണെങ്കിൽ നിങ്ങൾ ഈ പ്രോഡക്റ്റിനെ എങ്ങനെ വിൽക്കും എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ 25 പേരെ എനിക്ക് ഇങ്ങോട്ട് പറയും. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഐ ആം എക്സ്പെക്ടിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് എന്താണ് B2B എന്താണ് B2C ഡിഫറൻസ് അറിഞ്ഞു, എന്താണ് ഒരു ബയർ കമ്മിറ്റി എന്ന കാര്യം നമ്മൾ അറിഞ്ഞു, എന്തുകൊണ്ട് ഒരു ബയർ കമ്മിറ്റി, എന്തുകൊണ്ട് ഒരു B2B ബിസിനസിന്റെ സെയിൽസ് നടക്കുന്നതിൽ ഇത്രയും പേര് ഇൻവോൾവ് ആവുന്നു. 2.5 ലക്ഷം രൂപ ഒരു SJCT പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പോകുന്നെങ്കിൽ ആ മേജർ ഡിസിഷൻ മേക്കേഴ്സ് ആയിരിക്കും ആ ബൈയിങ് ഡിസിഷൻ എടുക്കുന്നത്. നിങ്ങളുടെ കേസിലാവുമ്പോഴേക്കും നിങ്ങൾ എന്ന വ്യക്തിയാണ് ഡിസിഷൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയായിരിക്കും ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പൊ ആരാണോ ആ ഡിസിഷൻ എടുക്കുന്നത് അവരെയാണ് നമ്മൾ ബൈയിങ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി ആ ബൈയിങ് പ്രോസസ്സിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഈ ബയർ ജേർണി അഥവാ ഈ ബയറിനെ ഈ പറഞ്ഞ ഫാക്കൽറ്റീസ് ഉണ്ട്, HOD ഉണ്ട്, ഇങ്ങനത്തെ പല മെമ്പേഴ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെ ഇവർക്ക് നമുക്ക് ഈ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റും? ഓക്കെ, അതിന് ഒരു 4 സ്റ്റെപ്പ് പ്രോസസ് ഉണ്ട്. ഈ ബയറിനെ ഞാൻ കൺവിൻസ് ചെയ്ത് എൻ്റെ പ്രോഡക്റ്റ് വാങ്ങുന്ന ഇടം വരെ എത്തിക്കുന്നതിന്റെ ഈ ഒരു യാത്രേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ബയർ ജേർണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് തിങ് ഈസ് ബയർ ജേർണി തുടങ്ങുന്നത് അവയർനെസ്സിലാണ്. ഓക്കെ, അവയർനെസ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റിൽ വെച്ച് നിങ്ങൾക്ക് അറിയാം, അതായത് SJCTക്ക് അകത്ത് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അതായത് ഫാക്കൽറ്റീസിന് ലേബർ ഈസ് കൂടുതൽ. ഓക്കെ, ഫാക്കൽറ്റീസ് ആർ ഗെറ്റിംഗ് ടു മച്ച് ലേബർ. അവർക്ക് ഓരോ സ്റ്റുഡൻസിന്റെ അടുത്ത് പോയും ഓരോ ഡെസ്ക്ടോപ്പിൽ നോക്കി ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് അവരുടെ സൈഡിൽ നിന്ന് ലേബർ കൂടുതലാണ്. ഓക്കെ, സോ ഫാക്കൽറ്റീസ് ആർ അവെയർ ഓഫ് ദിയർ പ്രോബ്ലം. പക്ഷെ നമ്മുടെ സൊല്യൂഷൻ അവിടെ മാർക്കറ്റിൽ ഉണ്ട് എന്ന കാര്യം അവർക്ക് അറിയത്തില്ല. ഓക്കെ, നമ്മുടെ സൊല്യൂഷൻ മാർക്കറ്റിൽ ഉണ്ട് എന്ന കാര്യം SJCTക്ക് അറിയത്തില്ല. പക്ഷെ SJCTക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന കാര്യം അവർക്ക് ആ ബൈയിങ് കമ്മിറ്റിക്കും ആ കോളേജിലുള്ള ഫാക്കൽറ്റീസിനെല്ലാം അറിയാം. ഓക്കെ, ഈ പോയിന്റിൽ വെച്ച് വാട്ട് ആർ വി സപ്പോസ് ടു ഡു? വി വിൽ ക്രിയേറ്റ് കണ്ടന്റ് ഓർ വെബിനാർസ് ഓർ ബേസിക്കലി നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് ടു ഗെറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഡിസിഷൻ മേക്കേഴ്സ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, ഓക്കെ, SJCT പോലൊരു കോളേജില് എന്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യപ്പെടാം. ഓക്കെ, ഞാൻ അത് മനസ്സിലാക്കി. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഞാൻ അവയർനെസ് വരുത്താൻ നോക്കുകയാണ്. അപ്പൊ SJCTയിലെ സർജു സാറ് എന്തുപയോഗിക്കും എന്ന് എനിക്കറിയാം, സാറ് ലിങ്ക്ഡിൻ ഉപയോഗിക്കും എന്ന് എനിക്കറിയാം. അപ്പൊ സാറിന്റെ ലിങ്ക്ഡിനില് I am posting something that
എന്റെ സ്ക്രീൻ ഓക്കെ. സാറിന്റെ ലിങ്ക്ഡിനിൽ കാണത്തക്ക രീതിയിൽ ഐ ആം പോസ്റ്റിംഗ് ദാറ്റ് ഇങ്ങനെ ഒരു സൊല്യൂഷൻ മാർക്കറ്റിലുണ്ട്. ഓക്കെ, ദർ ഇസ് എ സൊല്യൂഷൻ ഫോർ ഇഫ് യു ആർ എ ടയേർഡ് സർ, ഇഫ് യു ആർ എ ടയേർഡ് faculty, our product will help you solve that. ഓക്കെ എന്ന് പറയുന്ന ഒരു ആഡ് ഞാൻ എന്ത് ചെയ്തു, സർജു സാറിനെ കാണിച്ചു. അപ്പോ സർജു സാറിന് അപ്പൊ എന്തായി, ഓക്കെ എന്തായിരിക്കും, എങ്കിലും എനിക്ക് ഒത്തിരി തലവേദനകൾ ഉണ്ട്, എന്തായിരിക്കും ഇവര് സോൾവ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന തലവേദന, ഓക്കെ ക്ലിക്ക് ചെയ്ത് കളയാം എന്ന് പറഞ്ഞിട്ട് സർജു സാറ് ക്ലിക്ഡ് ഓൺ മൈ ആഡ് വിച്ച് ഐ പുഷ്ഡ്. ഓക്കെ, ഈ ഒരു ആഡിൽ സർജു സാർ ക്ലിക്ക് ചെയ്തപ്പോ ഓക്കെ സർജു സാർ ക്ലിക്ഡ്. അപ്പം സർജു സാർ എന്തായി, എന്റെ ഒരു ലീഡായി മാറി. ഓക്കെ, വൺ ലീഡ് ഈസ് ബീങ് ക്രിയേറ്റഡ് ബൈ സർജു സാറ് എന്റെ ആഡിൽ ക്ലിക്ക് ചെയ്തപ്പോൾ. പക്ഷെ ഐ നോ ദാറ്റ് ഫണ്ടമെന്റലി എന്റെ പ്രോഡക്റ്റ് സാറ് പർച്ചേസ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന്. ഓക്കെ, ഇനി ഞാൻ ഈ ലീഡിന് എന്താ ചെയ്യാൻ പോകുന്നത്, ഐ നീഡ് ടു നർച്ചർ ഇറ്റ്. ഓക്കെ, അപ്പൊ ലീഡ് നർച്ചറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഓക്കെ ഐ നീഡ് ടു നർച്ചർ മൈ ലീഡ്. നർച്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെടീനെ നർച്ചർ ചെയ്യാന്ന് പറയും അല്ലെ, നമ്മൾ ചെടീനെ പരിപാലിച്ച് നമ്മൾ വളർത്തുന്നു എന്ന് പറയാം, നമ്മൾ ചെടീനെ നർച്ചർ ചെയ്യുക എന്ന് പറയും. അതേപോലത്തെ പ്രോസസ്സ് തന്നെയാണ് ഒരു ലീഡിനെ നർച്ചർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മിനിമം ഡേറ്റയിൽ നിന്ന് ആ ലീഡിന്റെ മാക്സിമം ഡേറ്റ അക്വയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീഡ് നർച്ചറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു, സാറിന്റെ മിനിമം സാറ് എന്റെ ആഡിൽ വന്ന് ക്ലിക്ക് ചെയ്തപ്പോ സാറിന്റെ എനിക്ക് കിട്ടി, ഓക്കെ ആ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എനിക്ക് കിട്ടി. ആ ലിങ്ക്ഡിൻ പ്രൊഫൈൽ വെച്ചിട്ട് ഞാൻ സാറിന്റെ മാക്സിമം ഡേറ്റ ഞാൻ അക്വയർ ചെയ്തു. ഓക്കെ, എനിക്കിപ്പോ മനസ്സിലായി എന്ത്, സർജു സാർ എന്ന് പറയുന്നത് SJCET ഒരു ഫാക്കൽറ്റി ആണ് ആൻഡ് ഹി ഹാസ് ഗുഡ് ഇനഫ് റിലേഷൻഷിപ്പ് വിത്ത് മാനേജ്മെന്റ് ഈസ് ഗുഡ്. ഓക്കെ, ഈ പോയിന്റ് എത്തിയപ്പോ ഞാൻ എന്ത് ചെയ്തു, ഇനി സാർ ഇത് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് പ്രോസസ് വാസ് മേക്കിംഗ് ഹിം അവെയർ ദാറ്റ് നമ്മുടെ സൊല്യൂഷൻ മാർക്കറ്റിൽ ഉണ്ട് എന്നത്. ഇനി മാർക്കറ്റിൽ നമ്മളെ സൊല്യൂഷൻ ഉണ്ടെന്ന് കണ്ടാൽ അടുത്ത പോയിന്റ് എന്താണ്, സാർ ആലോചിക്കും, ഓക്കെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, എനിക്കുണ്ട് എന്ന കാര്യം അറിയാം, പക്ഷെ ഞാൻ അത് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം ഈ പോയിന്റിൽ എന്താ ആലോചിക്കും നമ്മള്, why should I purchase എന്ന് പറയുന്ന ജസ്റ്റിഫിക്കേഷൻ നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറയുന്നു സാറിന്റെ അടുത്ത്, ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് വൈ ഷുഡ് ഐ പർച്ചേസ് എന്നതാണ് ഇപ്പോഴത്തെ സാറിന്റെ ഡിലമ. സാറിന് നമ്മളെ പറ്റി അവെയർ ആയി, പക്ഷെ എന്തുകൊണ്ട് നമ്മളെ കൺസിഡർ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ വൈ ഷുഡ് ഐ പർച്ചേസ് എന്ന് സാറ് ചിന്തിക്കുന്ന പോയിന്റില് ഞാൻ സാറിനൊരു മെയിൽ അയക്കുകയാണ്. ഓക്കെ, ഇത്ര കോളേജസ് 25 colleges has implemented our software and അവരുടെ results from their tests as 2x. അവിടുത്തെ ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് പഠിച്ച സ്റ്റുഡൻസിന്റെ റിസൾട്ട് ഇരട്ടിയായി. ആൻഡ് ദ ലേബർ ഓഫ് ദ ഫാക്കൽറ്റീസ് ഹാസ് ഡിക്രീസ്ഡ് 400%. ഇതെന്താ, ഞാൻ ഇപ്പൊ സർജു സാറിന്റെ അടുത്ത് എന്ത് സെല്ല് ചെയ്തു, അതായത് സാറെ ഇത്രയും കോളേജിൽ ഞങ്ങൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ എന്ത് പ്രൂഫായി, വേറെ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നതിന്റെ പ്രൂഫ് അവിടെയായി. ആൻഡ് ഓൾസോ ഞാൻ അവിടെ എന്ത് പ്രൂവ് ചെയ്തു, എന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞുള്ള സ്റ്റുഡൻസിന് കിട്ടിയേക്കുന്ന വാല്യൂ എന്താണെന്ന സാധനം ഞാൻ അവിടെ പറഞ്ഞു കൊടുത്തു. ഓക്കെ, 2x വാല്യൂ, എന്റെ 25 മാർക്ക് കിട്ടിയിരുന്ന കുട്ടി ഇപ്പൊ 50 മാർക്ക് മേടിക്കുന്നുണ്ട്. ആൻഡ് ഇത്രയും നാള് ലേബർ എടുത്തിരുന്ന സാറുമാർക്ക് ഒരു 2 മണിക്കൂർ അവർക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്ന അവരുടെ ലേബർ ഇപ്പോ 30 മിനിറ്റ് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, എന്തുകൊണ്ട് ഞാൻ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം എന്ന് സാറിന്റെ വൈ ഞാൻ ഇവിടെ വെച്ച് ക്ലിയർ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇത് ഞാനൊരു മെയിൽ വഴി അയച്ചു, ചിലപ്പോൾ ഒരു വാട്സാപ്പ് മെസ്സേജിൽ അയച്ചിട്ടുണ്ടാവാം, ചിലപ്പോ ഇതേ ആൾക്ക് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ലിങ്ക്ഡിനിലൂടെ ഒരു ആഡും കൂടെ പുഷ് ചെയ്തേക്കാം. ഓക്കെ, കാരണം എന്താ, എന്റെ പോയിന്റിൽ സാർ എന്താ ബയർ ജേർണിയിലെ ഓരോ സ്റ്റെപ്പ് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവയർനെസ് ഫേസിൽ നിന്ന് പുള്ളി കൺസിഡറേഷൻ ഫേസിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ,
ഇവിടെ എത്തിയപ്പോ എനിക്ക് മനസ്സിലായി സാറ് കൺസിഡർ ചെയ്ത് തുടങ്ങി. ഓക്കെ, നൗ ഹി ഈസ് അറ്റ് ദ പോയിന്റ് ദാറ്റ് ഹി ഹാസ് ടു മേക്ക് എ ഡിസിഷൻ. എനിക്ക് ഡിസിഷൻ എടുക്കണം. അപ്പൊ സബിൽ സാറിന് ഡിസിഷൻ എടുക്കണം വെദർ ടു ബൈ ദിസ് ഓർ നോട്ട് ടു ബൈ ദിസ്. ഓക്കെ, അപ്പം ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൂടുതൽ ഈ പറഞ്ഞ പ്രൈസിങ്, ഈ കോസ്റ്റ് ഞാൻ കൊടുക്കണോ? ഷുഡ് ഐ പേ ദിസ് കോസ്റ്റ്? ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ഞാൻ ഇത് ഇത്രയും കോസ്റ്റ് കൊടുക്കണം എന്ന് പറയുന്ന ചോദ്യം അവിടെ വരും. ആ പോയിന്റ് എത്തുമ്പോൾ നമ്മൾ എന്ത് പറയും സാറിന്റെ അടുത്ത്? സാറേ, ഈ കോസ്റ്റ് സാറ് തരുന്നതിന്റെ ജസ്റ്റിഫിക്കേഷൻ നമുക്കുണ്ട്. എന്തുകൊണ്ട് സാർ ഇത്രയും കാശ് തരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കോസ്റ്റ് സാറ് തന്നാൽ യു വിൽ ബി ഗെറ്റിംഗ് ഓൾമോസ്റ്റ് 10+ കോഴ്സസ് ഇൻസൈഡ്. ആൻഡ് ഒരു സാറിന്റെ ലെക്ചേഴ്സ് റെക്കോർഡ് ചെയ്ത് സ്റ്റുഡൻസിന്, റെക്കോർഡഡ് ലെക്ചേഴ്സ് നമ്മുടെ സ്റ്റുഡൻസിന് സ്ട്രീം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ പറഞ്ഞ സ്റ്റുഡൻസിന്റെ അവർ എന്ത് പ്രൊജക്റ്റ് ആണ് ചെയ്യുന്നത്, അപ്പൊ അവർക്ക് അവരുടെ എല്ലാ അവരുടെ ഡെസ്ക്ടോപ്സിലും നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അവര് എന്താണ് അതിൽ നിന്ന് ചെയ്യുന്നതിന്റെ ഔട്ട്കം എന്താണ്, സ്റ്റുഡൻസ് ലേണിംഗിന്റെ ഔട്ട്കം എന്താണ് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ എന്താ, ഒരു സാറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റുഡന്റിന്റെ പെർഫോമൻസ് എക്സാക്ട്ലി അറിയാൻ പറ്റുക എന്ന് പറയുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വാല്യൂ. ആ വാല്യൂ ഞങ്ങൾ ഡെലിവർ ചെയ്യും. ആൻഡ് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വെച്ചിട്ട് യു വിൽ ഗെറ്റ് ആൻ അനലിറ്റിക്സ് ഓഫ് യുവർ സ്റ്റുഡൻസ് അക്കാഡമിയ. അപ്പോ എന്തായി, ഞാൻ എന്റെ കോസ്റ്റ് ഇത്ര രൂപ ആണ് എന്ന സാധനം എന്തുകൊണ്ട്, അപ്പൊ ഞാൻ അവിടെ ഡിസ്കൗണ്ട് ചെയ്യാൻ പോയില്ല. സാറിന് സാർ അവിടെ നിന്ന് ആലോചിക്കുമ്പോ എന്റെ 2.5 ലക്ഷം രൂപ, ഞാൻ 2.5 ലക്ഷം രൂപ ചാർജ് ചെയ്യുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് എന്താ, ഐ ആം ജസ്റ്റ് സേയിങ് വൈ മൈ കോസ്റ്റിംഗ് ഈസ് ടു ബി ജസ്റ്റിഫൈഡ്. അപ്പം ഈ പറഞ്ഞ വാല്യൂസ് എല്ലാം ഞാൻ അവിടെ ഡെലിവർ ചെയ്തു. ഓക്കെ, എന്തുകൊണ്ട് സാർ ഇത്രയും കോസ്റ്റ് കൊടുക്കണം? ആൻഡ് അടുത്ത പോയിന്റ് എന്തായിരിക്കും? കോസ്റ്റ് ടു വാല്യൂ എന്താണ് ഞാൻ കൊടുക്കുന്നതെന്ന് ഞാൻ പറയുന്നു. ഓക്കെ, കോമ്പറ്റീറ്റേഴ്സ് ചിലപ്പോൾ ഈ ഒരു റേഞ്ചിൽ വരുന്ന കോമ്പറ്റീറ്റേഴ്സ് ചിലപ്പോൾ പല ഓഫറിങ്സ് കൊടുക്കുന്നുണ്ടാവും. കോമ്പറ്റീറ്റേഴ്സ് വേഴ്സസ് അസ്. ആ കോമ്പറ്റീറ്റർ തരുന്ന സാധനങ്ങളെക്കാളും ഞങ്ങൾ തരുന്ന സാധനങ്ങൾ, ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ഇത് തരുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ അവിടെ പുഷ് ചെയ്തു. ഓക്കെ, ഇത് ഇത്രയും ആയപ്പോ സർജു സാറിന് എന്തായി? ഓക്കെ, ഐ വിൽ ട്രൈ ടു ബൈ ദിസ് എന്ന് പറയുന്ന ഡിസിഷൻ എന്ന് പറയുന്ന പോയിന്റ് വരെ സാർ എത്തി. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അവയർനെസ്, കൺസിഡറേഷൻ, ഡിസിഷൻ ആൻഡ് ദെൻ ഓക്കെ, ഇത്ര എത്തിയുള്ളൂ. ഇത്ര എത്തിയ ശേഷം സാർ എന്ത് ചെയ്യാം? ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മളെ ഡീല് മേടിക്കാം. ഓക്കെ, പർച്ചേസ് അവർ സോഫ്റ്റ്വെയർ. അപ്പൊ എന്താ, ആ സ്റ്റേജ് എത്തുമ്പോഴേക്കും നമ്മൾ എന്തിലേക്ക് വരും? റിറ്റൻഷനിലേക്ക് വരും. ഓക്കെ, ഒരു ഗുഡ് സെയിൽസ്മാൻ അല്ലെങ്കിൽ ഒരു നല്ല സെയിൽസ്മാന്റെ ഇതെന്ന് പറയുന്നത് ഒരു കാര്യം ഫേക്ക് ആയിട്ട് സെല്ല് ചെയ്ത് അവിടെ മാർജിൻ ഉണ്ടാക്കുക എന്നതല്ല. കാരണം എപ്പോഴും ഉണ്ടാവാറുള്ളൊരു സാധനമാണ് ബയേഴ്സ് റിമോഴ്സ് എന്ന് പറയുന്ന സാധനം. അതായത് നിങ്ങൾ ചിലപ്പോൾ കടയിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവുന്ന സാധനമാണ്. അതായത് നമ്മളൊരു കടയിൽ ഒരു സാധനം മേടിക്കാനായിട്ട് പോകും, പക്ഷെ അത് അല്ലാതെ സെയിൽസ്മാന്റെ കഴിവ് കാരണം പുള്ളി നമ്മളെ കൊണ്ട് ഒരു സാധനം മേടിപ്പിക്കും. പക്ഷെ അത് മേടിച്ച് അടുത്ത 5 മിനിറ്റിൽ നമ്മൾ ആലോചിക്കും, അയ്യോ ഞാൻ എന്തിനാ അത് മേടിച്ചത് നമ്മൾ ആലോചിക്കും. അപ്പൊ ഈ പറഞ്ഞ ബയേഴ്സ് റിമോഴ്സ് എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കും. അപ്പോ ആ കാര്യം നടക്കാതിരിക്കാനായിട്ട് ഞാൻ ഒരിക്കലും സാറിന് സെല്ല് ചെയ്യുമ്പോൾ ഫോൾസ് സെല്ല് ചെയ്യത്തില്ല. എന്റെ പ്രോഡക്റ്റിന് ഡെലിവർ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനവും ഞാൻ അവിടെ സെല്ല് ചെയ്യത്തില്ല. ഞാൻ ക്ലെയിം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ സെല്ല് ചെയ്താലേ 2.5 ലക്ഷം മന്ത്ലി സാറ് തരേണ്ടതാണ്. അപ്പൊ ഒരു മാസം ഞാൻ 2.5 ലക്ഷം സാറിനെ പറ്റിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത മാസം പുള്ളി റീറ്റെയിൻ ആവത്തില്ല. അപ്പൊ ഈ ഓരോ മാസവും സാറിന്റെ സജഷൻസ് സ്വീകരിക്കാനും ഐ ആം റെസ്പോൺസിബിൾ ഫോർ കസ്റ്റമർ സക്സസ്. സാറിന്റെ വിഷമങ്ങൾ കേൾക്കാനും പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാനും നമുക്ക് എന്ത് വേണം? നമ്മളെ to be available there. Okay, problems are to be addressed
എവറി ഡേ ബിക്കോസ് യുവർ ബയർ ഈസ് ദ കിങ്. നിങ്ങൾക്ക് കാശ് തരുന്ന ക്ലയന്റ് അവിടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ കമ്പനി അവിടെ ഓടുന്നത്. അപ്പൊ ഒരു സാധനം വിറ്റു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോകരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഐഡിയൽ തിങ് അബൌട്ട് ഗുഡ് ബിസിനസ് ഈസ് ദാറ്റ് നമുക്ക് ഒരു സെറ്റ് ഓഫ് ഐഡിയൽ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമേഴ്സ് വെച്ച് തന്നെ വി ആർ സപ്പോസ് ടു റൺ ഫോർ ഇയേഴ്സ്. നമ്മൾ പുതിയ കാരണം ഓരോ തവണ നമ്മൾ ഒരു പുതിയ കസ്റ്റമറിനെ അക്വയർ ചെയ്യാൻ പോകുമ്പോഴും യു ഇൻകർ എ കോസ്റ്റ്. ഓക്കെ, ആ കോസ്റ്റിന്റെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. ഓക്കെ, ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ബയേഴ്സ് ജേർണി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിലൂടെ ആയിരിക്കും നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോകേണ്ടി വരുന്നത്. പക്ഷെ ഇതിപ്പോ ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്റെ ഈ ഒരു സ്റ്റെപ്പ് കഴിയുന്നു, അടുത്ത ഞാൻ സാറിന്റെ അടുത്ത് ഇത് പറയുന്നു, അടുത്ത സാറിന് ഈ ആഡ് കാണിക്കുന്നു എന്ന് പറഞ്ഞു പോയി. പക്ഷെ ഫോർ എ B2B മാർക്കറ്റിംഗ് കേസ്, എവറി ഡീൽ ടേക്സ് അറ്റ് ലീസ്റ്റ് ഓൾമോസ്റ്റ് ഒരു ഡീല് 7 മാസം 8 മാസം വരെയും പോവാം. 7 to 8 months വരെ പോവാം. ബിക്കോസ് നമ്മളൊരു ഇൻഡിവിജ്വലിന് സെല് ചെയ്യുന്ന പോലെ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു B2B കേസിൽ നമ്മൾ സെല് ചെയ്യാൻ പോകുമ്പോൾ സാർ എന്ന് പറയുന്ന ഒരാൾ സമ്മതിച്ചാൽ പോരാ. അപ്പോ ഈ പറഞ്ഞ ഫാക്കൽറ്റി, HOD, പ്രിൻസിപ്പൽ, ഹെഡ് ഓഫ് ഫൈനാൻസ്, ഇവർക്ക് എല്ലാവർക്കും ഞാൻ എന്റെ പ്രോഡക്റ്റ് വിൽക്കണം. ഓക്കെ, ബയർ ജേർണി എന്താണെന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ ഇനി ഒരു കീയും കൂടെ പഠിച്ചാലേ നമുക്ക് ഈ സിസ്റ്റം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെന്താണ്? നമുക്ക് ഫാക്കൽറ്റിനെ ഞാൻ കൺവിൻസ് ചെയ്തു. അപ്പോൾ ഈ ഫാക്കൽറ്റിയെ കൺവിൻസ് ചെയ്ത പോലെ തന്നെ എനിക്ക് 4 പേരെയും കൺവിൻസ് ചെയ്താലേ എന്റെ പ്രോഡക്റ്റിന്റെ പർച്ചേസ് അവിടെ നടക്കത്തുള്ളൂ. അപ്പോ ഈ HOD പിന്നെയും എവിടെ വന്നു? എന്റെ ബയർ ജേർണിയുടെ അവയർനെസ് പോയിന്റിൽ വന്നു. സർജു സാർ എന്റെ റിട്ടൻഷൻ പോയിന്റ് വരെ എത്തിയേക്കാം. ഓക്കെ, ഡിസിഷൻ എടുത്തു, ബൈ ചെയ്തിട്ടില്ല, റിട്ടൻഷൻ എത്തിയിട്ടില്ല, ഡിസിഷൻ എടുത്ത് നിൽക്കുകയാണ്. ഹീസ് കൺവിൻസ് ദാറ്റ് ഹീൽ ബൈ ദി സോഫ്റ്റ്വെയർ. പക്ഷെ അപ്പോഴും എന്റെ ആര് വന്നിട്ടില്ല? ഹെഡ് ഓഫ് നമ്മുടെ പ്രിൻസിപ്പാൾ വന്നിട്ടില്ല, നമ്മുടെ HOD വന്നിട്ടില്ല, ഇവരാരും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ സെയിം സൈക്കിൾ നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്യും. എന്ത് ചെയ്യും? അവയർനെസ് കൊടുക്കും. അതായത് HODയുടെ അടുത്ത് പോയിട്ട് നമ്മൾ പറയുന്നു ഇന്ന കാര്യങ്ങളാണ്. നമ്മൾ പ്രിൻസിപ്പാളിന്റെ അടുത്ത് പോകുമ്പോൾ, പക്ഷെ പ്രിൻസിപ്പളിന്റെ അടുത്തും HODയുടെ അടുത്ത് പോകുമ്പോഴേക്ക് അവർ മെസ്സേജിങ് ചേഞ്ചസ്. ബിക്കോസ് സർജു സാറിന് ഞാൻ സെല് ചെയ്ത പോയിന്റ് അല്ല ഞാൻ പ്രിൻസിപ്പാളിനെ സെല് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. പ്രിൻസിപ്പാളിന്റെ അടുത്ത് പോയപ്പോഴേക്ക് ഞാൻ പറയാൻ പോകുന്നത് ഐ ആം ഗോണ ടോക്ക് മോർ അബൌട്ട് ദ സ്റ്റുഡന്റ് സക്സസ് ദാറ്റ് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യുവർ റിസൾട്ട്സ് ആർ ഗോണ ഡബിൾ. നിങ്ങളുടെ കോളേജിന്റെ കംപ്ലീറ്റ് കമ്പ്യൂട്ടർ സയൻസിന്റെ റിസൾട്ട് എക്സ്പോണൻഷ്യലി കൂടും. ആൻഡ് നിങ്ങളുടെ ഫാക്കൽറ്റീസിന്റെ മേലെ സ്ട്രെയിൻ ഉണ്ടാവത്തില്ല. ഞാൻ സാറിന്റെ അടുത്ത് സെല് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ ഓരോരോ പാർട്സ് ആയിട്ട് ഐ മെൻഷൻ ദാറ്റ് ഓക്കെ, ഇതിന് സാറിന് ലെക്ചേഴ്സ് എടുക്കാൻ പറ്റും, അത് കോഴ്സ് കാണിക്കാൻ പറ്റും, അത് റെക്കോർഡ് ലെക്ചേഴ്സ് ചെയ്യാൻ പറ്റും, ഓരോരോ അനലിറ്റിക്സ് കാണാൻ പറ്റും, അനലിറ്റിക്സ് വെച്ചിട്ട് ഓരോ ഡേറ്റ ട്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ എന്റെ പ്രിൻസിപ്പളിന്റെ അടുത്ത് പോയപ്പോൾ വാട്ട് ഡസ് പ്രിൻസിപ്പൾ കെയർ? Principal doesn't care about individual tracking, individual data, analytics or anything. What does he care about? He care about results. അപ്പോ ഞാൻ ആരെയാണോ ബയർ കമ്മിറ്റിയിൽ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് ആ ആൾക്കനുസരിച്ച് ഞാൻ എന്റെ സെല്ലിംഗ് മാറ്റും. ഞാൻ എന്റെ മാർക്കറ്റിംഗ് മെസ്സേജസ് മോഡിഫൈ ചെയ്യും. അതാണ് B2B മാർക്കറ്റിംഗിന്റെ ഫണ്ടമെന്റൽ തിങ്. ഓക്കെ, നമുക്ക് ആരെയാണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അയാൾക്കനുസരിച്ചായിരിക്കണം നമ്മൾ നമ്മുടെ മെസ്സേജിങ് മോഡിഫൈ ചെയ്യേണ്ടത്. ഇനി പോട്ടെ, ഞാൻ HODയുടെ അടുത്താണ് പോകുന്നത്. അപ്പം അവർ മെസ്സേജിങ് വിൽ ബി എ സിമിലർ വൺ ടു അവർ ഫാക്കൽറ്റി ആൻഡ് എ സിമിലർ വൺ ടു പ്രിൻസിപ്പൽ. അപ്പോൾ HODയുടെ അടുത്ത് പോകുമ്പോഴേക്ക് ഐ നീഡ് ടു സേ ദാറ്റ് നമ്മളെ റിസൾട്ട്സ് നമ്മൾ ഇംപ്രൂവ് ചെയ്യും എന്ന പോയിന്റ് നമ്മൾ അവിടെ പറയണം. അതേപോലെ അനലിറ്റിക്സിന്റെ പോയിന്റ് അവിടെ പറയണം. അപ്പൊ എന്താ, HODയെ സംബന്ധിച്ചിടത്തോളം ഹി ഡസൻ കെയർ അബൌട്ട് ദ കൺവീനിയൻസ് ഓഫ് ദ ഫാക്കൽറ്റി, ഹി ഡസൻ കെയർ അബൌട്ട് എനിത്തിങ്, ഹി ഓൾസോ കെയർ അബൌട്ട് എനിക്ക് സ്റ്റുഡൻസ് എത്രത്തോളം ഇംപ്രൂവ് ആയി എന്നതിന്റെ ഡേറ്റ എനിക്ക് കാണാൻ പറ്റി കഴിഞ്ഞാൽ എനിക്ക് നാളെ പ്രിൻസിപ്പളോട് പറയാൻ പറ്റും ഓക്കെ, എന്റെ സ്റ്റുഡൻസ് ആർ ഗോയിങ് ഓൺ എ അപ്വേർഡ് ജേർണി. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ദേ ആർ ഗോയിങ് അപ്പ് ദ റാങ്ക്സ്, ദെയർ മാർക്സ് ആർ ഇംപ്രൂവിങ്, ഐ ഹാവ് ഡേറ്റ ഫോർ ഇറ്റ്. അപ്പൊ എന്റെ HODയുടെ അടുത്ത് ഞാൻ സെല് ചെയ്യാൻ പോകുമ്പോഴേക്ക് ഐ ആം സെല്ലിങ് എ ഡിഫറെന്റ് നെറേറ്റീവ്. അപ്പോ ഈ 4 ബയർ ഡിസിഷൻ മേക്കേഴ്സും ഈ 4 ബയർ കമ്മിറ്റിയിലുള്ള ആൾക്കാർക്ക് ഞാൻ വിൽക്കുന്ന സമയത്തും ഐ ആം ഗോയിങ് ത്രൂ ദിസ് ഹോൾ പ്രോസസ്.
അവയർനെസ്, കൺസിഡറേഷൻ, ഡിസിഷൻ, റിറ്റൻഷൻ, ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സിലൂടെയും ഞാൻ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ആൻഡ് ആഫ്റ്റർ ദ ഡീൽ ഗെറ്റ്സ് ക്ലോസ്ഡ്, ഈ പറഞ്ഞ റിറ്റൻഷന്റെ പോയിന്റ് എത്തുമ്പോൾ പോലും വാട്ട് ആം ഐ സപ്പോസ് ടു ഡു, ഞാൻ ഇവർക്ക് ഈ പറഞ്ഞ 4 പേർക്കും റിറ്റൻഷൻ ചെയ്യണം. ഐ എം സപ്പോസ് ടു ഡെലിവർ, ഫാക്കൽറ്റിയോട് പറഞ്ഞ പോയിന്റ് ഞാൻ ഡെലിവർ ചെയ്യണം, HOD പറഞ്ഞ പോയിന്റ് ഞാൻ ഡെലിവർ ചെയ്യണം, പ്രിൻസിപ്പളോട് പറഞ്ഞ പോയിന്റും ഞാൻ ഡെലിവർ ചെയ്യണം. ആൻഡ് ഇവർക്ക് ഓരോ ടെസ്റ്റിമോണിയൽസ് കൊടുക്കുക, നിങ്ങളെ ഓരോ ഗൈഡുകൾ കൊടുക്കുക. നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി സെല് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഫസ്റ്റ് തിങ് എന്താ വേണ്ടത്, എങ്ങനെ എന്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കാം, എങ്ങനെ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം, എത്രത്തോളം ഈസിയാണ് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്ന് പറയുന്ന കംപ്ലീറ്റ് ഗൈഡും കാര്യങ്ങളും ഇവർക്ക് പോകുമ്പോഴേക്ക് നാളെ നമ്മുടെ പേയിങ് കസ്റ്റമറിൽ നിന്ന് ഇവരെന്താവും, നമ്മളെ റെഫർ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആയിട്ട് വരും. ഓക്കെ, ദ കസ്റ്റമേഴ്സ് ഹൂ വിൽ ബ്രിങ് അസ് മോർ ബിസിനസ്. അപ്പോ ഇവിടെ നമുക്ക് എന്താ സംഭവിച്ചു, ഹിയർ വി ആർ വിന്നിങ്. ഓക്കെ, നമ്മൾ നമ്മുടെ ബൈനർ ജേർണി പ്രോപ്പർലി ട്രാക്ക് ചെയ്ത് കൃത്യമായി വാല്യൂ ഡെലിവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബയേഴ്സ് ഹാപ്പി ആയിരിക്കും. നമ്മുടെ ബയേഴ്സ് ഹാപ്പിയായി അവരെ നമ്മൾ റിറ്റെയിൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ബയേഴ്സ് വിൽ ഓൾവേസ് ബ്രിങ് മോർ പീപ്പിൾ ടു അസ്. അങ്ങനെയായിരിക്കും റെഫറലിലൂടെ ഒരു ബിസിനസ് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി എനിക്ക്, അതായത് ഈ പറഞ്ഞ 4 ആൾക്കാരിലേക്ക് എനിക്ക് ഈ സാധനം എത്തിക്കുന്നതിന് വേണ്ടി എനിക്ക് ആയ കോസ്റ്റ് ഉണ്ട്. ഓക്കെ, ആ കോസ്റ്റിനെയാണ് ഞാൻ CAC എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് CAC? CAC ഈസ് മൈ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. അപ്പോ എനിക്ക് ഈ പറഞ്ഞ ഒരു ആളെ എടുക്കുന്നതിന് വേണ്ടി എനിക്ക് ചെലവായ കോസ്റ്റ് എന്താണ്? ഓക്കെ, എന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, എനിക്കിപ്പോ സർജു സാറിനെ കൺവിൻസ് ചെയ്യേണ്ടി വന്നു, ഇവരെ കൺവിൻസ് ചെയ്യേണ്ടി വന്നു, എനിക്ക് ആഡ് റൺ ചെയ്യേണ്ടി വന്നു, അതിന് എനിക്ക് ഡിസൈനറിന് കാശ് കൊടുക്കേണ്ടി വന്നു, എന്റെ കോപ്പി റൈറ്ററിന് കാശ് കൊടുക്കേണ്ടി വന്നു, എന്റെ കമ്പനിയുടെ കറണ്ട് ബില്ല് കൊടുക്കേണ്ടി വന്നു. എവ്രിതിങ് ഈസ് മൈ CAC. ഓക്കെ, എനിക്ക് എന്തൊക്കെ കറണ്ട് ചെലവായോ ഇതെല്ലാം എന്റെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ആണ്. SJCTനെ എന്റെ ബക്കറ്റിലേക്ക് കയറ്റാനായിട്ട് എനിക്ക് ചെലവായ കോസ്റ്റ് എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയാണ്. ഇവിടെ ഞാൻ 2 ലക്ഷം രൂപയായിട്ട് ചെലവാക്കി. ഓക്കെ, ആൻഡ് മൈ ടിക്കറ്റ് സൈസ് ഫോർ എന്താ വേണം നമുക്ക്, അക്വിസിഷൻ കോസ്റ്റ് ഈസ് 6 lakhs. ഓക്കെ, എനിക്ക് എന്റെ ആഡ് റൺ ചെയ്യുന്ന കോസ്റ്റും കാര്യങ്ങളും കൂടെ ഒക്കെ റൺ ചെയ്യുമ്പോഴേക്ക് ഇറ്റ് വിൽ കം അറൌണ്ട് 6 lakhs. എന്റെ SJCTയുമായിട്ടുള്ള ഡീൽ എന്താണ്? വാട്ട് ഈസ് മൈ ഡീൽ സൈസ് വിത്ത് SJCT? ഡീൽ സൈസ് വിത്ത് SJCT ഈസ് ദാറ്റ് 2.5 lakhs per month. ഇതാണ് എന്റെ SJCTയുമായിട്ടുള്ള എന്റെ ഡീൽ എന്ന് പറയുന്നത്. അപ്പം എത്ര നാളെടുക്കും എനിക്ക് എന്റെ CAC തിരിച്ചു കിട്ടാനായിട്ട്? എനിക്ക് എന്റെ 2.5 lakhs ഒരു 3 മാസം, അതായത് ഒരു 2.5 മാസം എങ്കിലും റണ്ണ് ചെയ്താലേ എന്റെ കാശ് എനിക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. പക്ഷെ SJCTയുമായിട്ടുള്ള എന്റെ കോൺട്രാക്ട് എന്ന് പറയുന്നത്, മൈ കോൺട്രാക്ട് ഈസ് ഫോർ 1 year കോൺട്രാക്ട്. ഓക്കെ, എന്റെ 1 year കോൺട്രാക്ട് ആണ് ഞാൻ SJCT ആയിട്ട് സൈൻ ചെയ്തേക്കുന്നത്. അപ്പോ എന്റെ SJCT എനിക്ക് എത്ര രൂപ വരെ പേ ചെയ്യും? അതായത് എന്റെ 2.5 ലക്ഷം ഇൻറ്റു 12, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് എന്റെ 25-30 lakhsന്റെ കോൺട്രാക്ട് ആണ്. ഓക്കെ, എന്റെ 30 lakhs ആയിരിക്കും എന്ത് SJCT എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് തരാൻ പോകുന്നത്. അപ്പൊ 2.5 ലക്ഷം മുടക്കി ഞാൻ SJCTനെ ഓൺബോർഡ് ചെയ്തെങ്കിൽ 30 ലക്ഷം രൂപയായിരിക്കും SJCT എനിക്ക് തിരിച്ചു തരാൻ പോകുന്നത്. ഈ 30 ലക്ഷം രൂപ എനിക്ക് SJCT തരുന്നതിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, CLV അഥവാ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. അതായത് കസ്റ്റമർ എത്ര നാള് എനിക്ക് കാശ് തരും. ഓക്കെ, ആൻഡ് ഈ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്ന് പറയുന്ന സാധനമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ ഹെൽത്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. കാരണം ചിലർക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ബിസിനസ്സിൽ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. 100 കോളേജസ് ഒക്കെ എന്റെ സോഫ്റ്റ്വെയർ മേടിച്ചു, പക്ഷെ എന്റെ CLV കുറവാണ്. അതായത് എന്റെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ആൾക്കാര് അവരുടെ ലൈഫ് ടൈം വാല്യൂ കുറവാണ്. അവർ 3 മാസം കഴിയുമ്പോഴേക്ക് ചേൺ ഔട്ട് ആയി പോകും. ഓക്കെ, അടുത്ത നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് ചേണിങ് ഔട്ട്. ചേണിങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ ചേൺ ഔട്ട് ആയി പോവുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്റെ കസ്റ്റമേഴ്സ് എന്റെ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ സർവ് ചെയ്യാണ്ട് അവര് പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തായി, എനിക്ക് ക്യാഷ് ബേൺ ആയി. ഓക്കെ,
അപ്പൊ എന്റെ ക്യാഷ് എനിക്ക് അവിടെ ബേൺ ആയി. അപ്പോൾ എന്റെ ബേൺ കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്ക് എപ്പോഴും എന്ത് വേണം? എന്റെ CLV ഷുഡ് ഓൾവേസ് ബി ഹൈ. എന്റെ പെർ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എപ്പോഴും ഹൈ ആയിരിക്കണം. ഓക്കെ, ഇനി CLV എന്റെ ഹൈ അല്ല, ആൻഡ് ഫോർ സം ഇൻസ്റ്റൻസ് ഞാൻ ഇപ്പൊ SGCT ആയിട്ട് ഞാൻ ഒരു ഡീൽ വെക്കാണ്. എന്റെ ആദ്യത്തെ 2 മാസം നിങ്ങൾ ട്രയൽ ഉപയോഗിച്ചാൽ മതി. എനിക്ക് പൈസ തരണ്ട, എന്റെ 2.5 ലക്ഷം രൂപ നിങ്ങൾ തരണ്ട. നിങ്ങൾ തൽക്കാലത്തേക്ക് നിങ്ങൾ ഉപയോഗിച്ചോ, SGCT എന്റെ പ്രോഡക്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തോ. അപ്പൊ എന്താ? ടൈം ടു വാല്യൂ, TTV. ഓക്കെ, എന്റെ കസ്റ്റമർ എനിക്ക് ക്യാഷ് തന്നു തുടങ്ങുന്ന പോയിന്റ്, അതിനെയാണ് നമ്മൾ പറയുന്നത് ടൈം ടു വാല്യൂ. ഈ പറയുന്ന ടൈം ടു വാല്യൂ വരുന്നതിന് മുമ്പ്, ടൈം ടു വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ? എനിക്ക് 2.5 ലക്ഷം രൂപ SGCT 2 മാസം കഴിഞ്ഞേ തരത്തുള്ളൂ. അപ്പൊ എന്റെ ടൈം ടു വാല്യൂ എത്രയാണ്? 2 മാസമാണ്. അപ്പോ എനിക്ക് ഈ 2 മാസത്തെ ബേണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഐ എം ഹോപ്പിംഗ് ഇറ്റ്സ് സിമ്പിൾ. ഞാൻ അതുകൊണ്ട് എക്സാമ്പിൾ വെച്ച് പറയുന്നത്, ഞാൻ SGCTക്ക് ഞാൻ ട്രയൽ വേർഷൻ ആയിട്ട് ഞാൻ 2 മാസം തന്നു. അപ്പോ എനിക്ക് എന്റെ CLV കിട്ടാനായിട്ട്, എനിക്ക് എന്റെ ഫസ്റ്റ് റവന്യൂ SGCT വരാനായിട്ട് എന്തെടുക്കും? 2 മാസം എടുക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കസ്റ്റമർ ടൈം ടു വാല്യൂ. വാല്യൂ വരാനായിട്ട് എനിക്ക് എത്ര സമയം എടുക്കും എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, സോ നൗ വി ആർ അബൌട്ട് നമ്മളെ ബയർ ജേർണി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ ബയർ കമ്മിറ്റി എന്താണ് നമ്മൾ അറിഞ്ഞു. ഒരു കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്താണ് നമ്മൾ അറിഞ്ഞു. നമുക്ക് നമ്മുടെ ടൈം ടു വാല്യൂ എന്താണ് നമ്മൾ അറിഞ്ഞു. ഒരു ഡീൽ സൈസ് എങ്ങനെയാണ്, ഒരു കസ്റ്റമർ ചേൺ ഔട്ട് ആയി പോകുന്നത് എങ്ങനെയാണ് എന്നെല്ലാം ഉള്ള ഒരു ബേസിക് പ്രോസസ് ഓഫ് ബൈയിങ് എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഈ ഇത്രയും ഇൻഫർമേഷൻ നിങ്ങളുടെ തലയിൽ ഉണ്ടെങ്കിൽ തന്നെ നൗ യു ആർ ലൈക്ക് ഫാർ ഹെഡ് ഓഫ് ആവറേജ് മാർക്കറ്റേഴ്സ് ഔട്ട് ദെയർ ഇൻ കേരള. നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഞാൻ there are a little more complicated things like ഈ പറഞ്ഞ ബയർ ജേർണിയിൽ വരുമ്പോഴേക്ക് there are 3 people who are involved in it. അതിനെ നമ്മള് SDR, AE, CS എന്ന് പറയും. SDR എന്ന് പറയുന്നത് സെയിൽസ് ഡെവലപ്മെന്റ് റെപ്രസെന്റേറ്റീവ്, AE എന്ന് പറയുന്നത് അക്കൗണ്ട് എക്സിക്യൂട്ടീവ്, CS എന്ന് പറയുന്നത് കസ്റ്റമർ സക്സസ്. പക്ഷെ ഇതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദീസ് ആർ ജസ്റ്റ് things which you will understand. പക്ഷെ the fundamentals which you have to know is, നിങ്ങൾ ഒരു പ്രോഡക്റ്റുമായിട്ട് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ വാട്ട് ഈസ് യുവർ CAC? നിങ്ങൾക്ക് ഒരു കസ്റ്റമറിനെ അക്വിസിഷൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ CAC എത്രയാണ്? അല്ല, നിങ്ങളുടെ കസ്റ്റമർ അക്വിസിഷൻ നടന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമർ നിങ്ങൾക്ക് എത്ര രൂപ ലൈഫ് ടൈമിൽ പേ ചെയ്യും? ഒരു മാസം ഈ കാശ് വന്നിട്ട് ഇദ്ദേഹം പോവോ? അപ്പൊ നിങ്ങളുടെ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്താണ്? നിങ്ങളുടെ പെർ ടിക്കറ്റ് ഡീൽ സൈസ് എത്രയാണ്? ഓക്കെ, ഈ പറഞ്ഞ കംപ്ലീറ്റ് പ്രോസസ്സസ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾ അറിയേണ്ട ജസ്റ്റ് ഒരു ബേസിക് സാധനങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗോ ഔട്ട് ദെയർ ആൻഡ് യു വിൽ ഡു സം റിയലി ഗുഡ് തിങ്സ്. ഓക്കെ, ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് 3 ഫേസസ് ഉണ്ട്. ഓക്കെ, ആ 3 ഫേസസിനെയാണ് നമ്മൾ 3 P's ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3 P's എന്ന് പറയുന്നത് പ്രോബ്ലം, പ്രോഡക്റ്റ്, പ്ലാറ്റ്ഫോം എന്ന് പറയും. ഓക്കെ, പ്രോബ്ലം, പ്രോഡക്റ്റ്, പ്ലാറ്റ്ഫോം. അതായത് ഞാൻ എന്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കി, നമ്മൾ നേരത്തെ കഥയിലോട്ട് തന്നെ പോവാണ്. ഞാൻ എന്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കി, എന്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് എനിക്ക് അറിയില്ല ഇത് ആർക്കാണ് ഞാൻ വിൽക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പൊ ഹൂ ആം ഐ സെല്ലിംഗ് ടു? ഞാൻ ആർക്കാണ് എന്റെ പ്രോഡക്റ്റ് വിൽക്കേണ്ടത് എന്നറിയുന്നതിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? എന്റെ ICP എന്ന് പറയുന്നത്. ഓക്കെ, ICP എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ആർക്കാണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോ പറഞ്ഞ സോഫ്റ്റ്വെയർ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഓക്കെ, ഒരു സ്റ്റുഡൻസിന് ഒരു ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്കറിയാം എന്റെ ICP അവിടെ ആരാണ്? മൈ ICP ഈസ് colleges in Kerala who will be teaching computer science. ഓക്കെ, പക്ഷേ ഞാൻ എന്റെ ബിസിനസ് തുടങ്ങുമ്പോൾ എന്റെ ICP എനിക്ക് അറിയില്ലായിരിക്കും. വിച്ച് ഇസ് എ ഫസ്റ്റ് മിസ്റ്റേക്ക് എ പ്രോഡക്റ്റ് ഗൈഡ് ഡസ്. ഓക്കെ, നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് വി വിൽ ജസ്റ്റ് ഗോ ആൻഡ് എന്ത് മിസ്റ്റേക്ക് ചെയ്യും? സെൽ ടു എവ്രി വൺ. നമുക്ക് കിട്ടുന്ന എല്ലാവരുടെ പോയിട്ട് നമ്മളങ്ങ് സെൽ ചെയ്യും. ഓക്കെ, എന്റെ അപ്പുറത്ത് ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, നമുക്ക് അവർക്ക് കൊണ്ട് സെല് ചെയ്യാം.
എന്റെ അനിയൻ പഠിക്കുന്ന സ്കൂളുണ്ട്, അവിടെ പോയി നമുക്ക് സെല് ചെയ്യാം. ഓക്കെ, എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി എനിക്ക് സെല് ചെയ്യാം. എന്റെ കമ്പനിയിൽ ട്രേഡിംഗ് നടത്തുന്നുണ്ട്, എനിക്ക് അവിടെ കൊണ്ട് സെല് ചെയ്യാം. അപ്പം എനിക്ക് എവിടെയാണോ എന്റെ മാർക്കറ്റ് കൂടുതൽ കാശ് എനിക്ക് തരുന്നത്, ഓക്കെ, ഞാനിപ്പോ പറഞ്ഞത് എല്ലാം മാർക്കറ്റാണ്. ഈ എല്ലാ മാർക്കറ്റിനെയും നമ്മൾ എന്ത് പറയും? ടാം എന്ന് പറയും. ഓക്കെ, അതായത് എന്റെ ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് ആണ്. ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ്, എന്റെ അഡ്രസ്സിന്റെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റാണ്. ഓക്കെ, ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് ആണ് ടാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്റെ ടോട്ടൽ മാർക്കറ്റില് ഈ പറഞ്ഞ എല്ലാ പേരും ഉണ്ട്. അതായത് ആരൊക്കെയുണ്ട്? IT സെന്ററുകളുണ്ട്, ഈ പറഞ്ഞ സ്കൂളുകളുണ്ട്, സ്കൂളുകൾ ഉണ്ടാവാം, ആൻഡ് ഓൾസോ കമ്പനീസ് ഉണ്ടാവാം, ട്രെയിനിങ് നടത്തുന്ന കമ്പനീസ് ഉണ്ടാവാം, ആൻഡ് കമ്പനീസ് ഉണ്ടാവാം. അപ്പോൾ ഇവരെല്ലാം എന്റെ ടാബിലുണ്ട്. ഓക്കെ, അപ്പോൾ ഐ എം നോട്ട് സപ്പോസ് ടു ഗോ ആൻഡ് സെൽ ടു each and everyone. I am just supposed to go and sell to the people who are giving me the best value for my money. എനിക്കറിയാം എന്റെ കോളേജിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ കാശ് കിട്ടും, ബിക്കോസ് ഇൻ എ ഗുഡ് കോളേജ് പീപ്പിൾ ആർ ഗോയിങ് ടു പേ മണി ഫോർ മൈ സോഫ്റ്റ്വെയർ ബിക്കോസ് ദേ വോണ്ട് റിസൾട്ട്സ്. പക്ഷേ ഞാനൊരു IT സെന്ററിൽ പോയി കഴിഞ്ഞാൽ എനിക്കറിയാം അവന്റെ കറണ്ട് ബില്ലും അവന്റെ ചെലവും കഴിഞ്ഞ ശേഷം കയ്യിൽ അക്കൗണ്ടിൽ കിടക്കുന്ന കാശ് 20,000 രൂപയാണ് എങ്കിൽ അവൻ എന്റെ 2,00,000 രൂപയുടെ സോഫ്റ്റ്വെയർ മേടിക്കാൻ പോകുന്നില്ല. സോ ദാറ്റ് ഗായ് ഈസ് നോട്ട് മൈ ICP. ICP എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ. ഓക്കെ, ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ അല്ലെങ്കിൽ ഐഡിയൽ കസ്റ്റമർ പെർസോണ എന്ന് നമ്മൾ പറയും, ഐഡിയൽ ക്ലയന്റ് പെർസോണ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോ ഈ പറയുന്ന ആർക്കാണ് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കാത്തടത്തോളം കാലം നമ്മൾ വേഗമായിട്ട് നമ്മൾ ആർക്കെങ്കിലും ഒക്കെ വിറ്റുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഞാൻ എന്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിൽ, അതാണ് ഞാൻ ഈ പറഞ്ഞ ഗ്രാഫ് ഞാൻ കാണിച്ചത്. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജസിൽ നമ്മൾ എന്തായിരിക്കും? പ്രോബ്ലം മാർക്കറ്റ് ഫിറ്റ് സ്റ്റേജിലായിരിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്നത് ഉണ്ടാക്കിയ ഫൗണ്ടർ തന്നെ ആയിരിക്കും പോയി സെയിൽസ് നടത്തുന്നത്. അപ്പൊ ഞാൻ തന്നെ ആയിരിക്കും ഫൗണ്ടർ, ഞാൻ പോയിട്ട് സെയിൽസ് നടത്തുകയാണ്. സർജു സാറെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ സെയിൽസ് നടത്തുകയാണ്. അപ്പൊ ദ ഹോൾ പ്രോസസ് ആൻഡ് എനിക്ക് എന്റെ ICP എന്താണെന്ന് അറിയത്തില്ല. ഐ ആം ജസ്റ്റ് സെല്ലിംഗ് ടു ഓൾ ദീസ് പീപ്പിൾ. അപ്പോൾ എനിവേ യു വിൽ ഹാവ് ടു ഗോ ത്രൂ ദിസ് പ്രോസസ്. ഞാൻ ചിലപ്പോൾ ഇവർക്ക് 5 പേർക്കും വിറ്റപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കമ്പനീസ് എനിക്ക് 10,000 തരുന്നുള്ളൂ, എനിക്ക് സ്കൂളുകൾ 1,00,000 തരുന്നുള്ളൂ, കോളേജുകൾ എനിക്ക് 2,00,000 തരുന്നുള്ളൂ. അപ്പോൾ going through my different ICPs, I understood that who should be my ideal customer profile. Like everybody I tried, and like the actual people who are paying me the money is കോളേജുകൾ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോയിന്റുകൾ കഴിയുമ്പോഴാണ് നമ്മൾ എവിടെ നിന്ന് എവിടേക്ക് എത്തുന്നത്? പ്രോബ്ലം മാർക്കറ്റ് ഫിറ്റിൽ നിന്ന് പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റിലേക്ക് വരുന്നത്. അപ്പോ എന്താണ്? എനിക്കിപ്പോ അറിയാം എനിക്ക് ആർക്കാണ് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, എങ്ങനെയാണ് വിൽക്കേണ്ടതെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, എനിക്ക് സ്കൂളുകാരെയാണ് വിൽക്കാനുള്ളത്. സ്കൂളിലെ ഡിസിഷൻ മേക്കേഴ്സ് 5 പേരാണെന്ന് എനിക്കറിയാം. ആ 5 പേർക്ക് എങ്ങനെയാണ് വിൽക്കേണ്ടതെന്നും എനിക്കറിയാം. ഓക്കെ, അപ്പോ ഐ ഹാവ് എ റിപ്പീറ്റബിൾ സെയിൽസ് പ്രോസസ്. ഓക്കെ, അതായത് എന്റെ കമ്പനി എനിക്ക് സ്കെയിൽ ചെയ്യണമെങ്കിലും ഐ ക്യാൻ ജസ്റ്റ് സേ ദാറ്റ് എടാ 5 ഡിസിഷൻ മേക്കേഴ്സ് ആണ് ഒരു കോളേജിലുള്ളത്. ഐ ക്യാൻ ജസ്റ്റ് ഗോ ടു മൈ ഐ ക്യാൻ ഹയർ എ സെയിൽസ് പേഴ്സൺ. എനിക്കൊരു പുതിയ സെയിൽസ് പേഴ്സൺ ഹയർ ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റും, ഓക്കെ എടാ 5 ഡിസിഷൻ മേക്കേഴ്സ് ആണ് കോളേജസിൽ ഉണ്ടാവാറ്, അതിലെ ഫാക്കൽറ്റീസിനെ ആയിരിക്കണം നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അവർക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ കേസ് അവർ കൺവേർട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഹാവ് ടു ഗോ ആൻഡ് കൺവേർട്ട് ഇന്ന ഡിസിഷൻ മേക്കേഴ്സ്. അവരെ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. ഐ ജസ്റ്റ് ഗീവ് എ കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ്. ഈ ബ്ലൂ പ്രിന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയി ഈ പറഞ്ഞ അതേ പ്രോസസ്സ് 10 കോളേജസിൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. സോ ദ പ്രോസസ് ഓഫ് റിപ്പീറ്റബിൾ ആയിട്ട് സെയിൽസ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ലെവലിലേക്ക് എത്തി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്ന പ്ലാറ്റ്ഫോം മാർക്കറ്റ് ഫിറ്റിലേക്ക് വന്നു എന്ന് പറയുന്നത് എപ്പോഴാണ്? ഈ പറയുന്ന മൾട്ടിപ്പിൾ പ്രോഡക്ട്സിലേക്ക്. അതായത് ഞാൻ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ആണ് വിറ്റത്, ഒരു പ്രോഡക്റ്റ് എനിക്ക് ഇതുപോലെ സൈക്കിൾ പോലെ റിപ്പീറ്റ് ചെയ്ത് വിൽക്കാനുള്ള ഒരു ലെവലിലെത്തി. എനിക്ക് അത് മൾട്ടിപ്പിൾ പ്രോഡക്ട്സിനെ ഒരേ സമയം ഇതേപോലെ വലിയ ഒരു ICPക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ എത്തുന്നതിനെയാണ് നമ്മൾ ഒരു പ്ലാറ്റ്ഫോം മാർക്കറ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വിൽ ഹാവ് മൾട്ടിപ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ.
ഞാൻ ചിലപ്പോൾ നേരത്തെ ഈ പറഞ്ഞ പ്രോബ്ലം മാർക്കറ്റ് ഫിറ്റിലൊക്കെ എത്തുന്ന സമയത്ത് എനിക്ക് ലിങ്ക്ഡിൻ വഴി മാത്രമേ മാർക്കറ്റ് ചെയ്യാൻ അറിയാവൂ. പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എത്തുമ്പോഴേക്ക് ഞാൻ ചിലപ്പോൾ ലിങ്ക്ഡിനും യൂട്യൂബും മാത്രം ഉപയോഗിക്കുന്നു. ആൻഡ് പ്ലാറ്റ്ഫോം മാർക്കറ്റ് ഫിറ്റ് എത്തുമ്പോൾ ഞാൻ ലിങ്ക്ഡിൻ ഉപയോഗിക്കുന്നുണ്ട്, യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ എന്റെ കസ്റ്റമേഴ്സ് തന്നെ എനിക്ക് പുതിയ ബിസിനസ് തരുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഐഡിയൽ ഗ്രോത്ത് വിൽ ഗോ എക്സ്പോണൻഷ്യൽ വെൻ വി ആർ ഓൺ പ്ലാറ്റ്ഫോം മാർക്കറ്റ് ഫിറ്റ്. ഓക്കെ, പക്ഷെ നമ്മളെ ഫസ്റ്റ് തിങ് എന്താണ്, നമ്മളെ പ്രോബ്ലം മാർക്കറ്റ് ഫിറ്റിൽ നിന്ന് നമ്മളെ പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റിലേക്ക് നമുക്ക് എത്തുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഈ ഒരു ഐഡിയയും കൂടെ നിങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ നൗ യു ആർ റെഡി ടു ഗോ ആൻഡ് ഡു ഒരു B2B ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു പ്രോഡക്റ്റ് ചെയ്യുവാണ് എങ്കിൽ ആ ഫ്രണ്ടിന്റെ അടുത്ത് എടാ ഇന്ന കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒരു ബയർ ജേർണി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു അവയർനെസ്, കൺസിഡറേഷൻ, ഡിസിഷൻ ആൻഡ് റിറ്റൻഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. നിന്റെ ടാം എത്രയാണ്, നിന്റെ ടിക്കറ്റ് സൈസ് എത്രയാണ്, നിനക്കൊരു കസ്റ്റമറിനെ അക്വിസിഷൻ ചെയ്യണമെങ്കിൽ നിനക്ക് നിന്റെ കയ്യിൽ നിന്ന് ചെലവാൻ പോകുന്ന കോസ്റ്റ് എത്രയാണ്, അല്ല പോട്ടെ നിനക്ക് അക്വിസിഷൻ നടന്നു കഴിഞ്ഞാൽ നിന്റെ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്താണ് എന്ന് പറയുന്ന കംപ്ലീറ്റ് പ്രോസസ് ഓഫ് ബൈയിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും യു നോ ഹൗ ടു സെൽ ഫസ്റ്റ് ബിഫോർ ബിൽഡിങ്. നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റി ഞാൻ ഐ ജസ്റ്റ് ഷോ സംതിങ്. ഓക്കെ, there is this website called AppSumo. ഐ ഹോപ്പ് നിങ്ങൾ അറിയാവുന്നവരുണ്ടാവും, കള്ളന്മാരുണ്ടെങ്കിൽ അറിയായിരിക്കും. ഓക്കെ, AppSumo ഹാസ് ദിസ് പ്രോസസ് ഓഫ് നിങ്ങൾക്ക് ഡീൽസ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഇയർലി സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ ഡീൽസിൽ വരും. ഓക്കെ, AppSumoയ്ക്ക് അകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒട്ടുമിക്ക SaaS പ്രോഡക്റ്റ് സൊല്യൂഷൻസും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. ആൻഡ് ദിസ് ഈസ് ബീങ് ഡൺ ആൻഡ് പീപ്പിൾ ആർ മേക്കിംഗ് മില്യൻസ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിങ് ഈസ് നോട്ട് ദാറ്റ് നമുക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ഇന്ന് കമ്മോഡിറ്റൈസ്ഡ് ആണ്. ഓക്കെ, ഞാനോ അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തോ അപ്പുറത്തിരുന്ന് ChatGPTയുടെ അടുത്തൊരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി തരും. അപ്പോൾ പ്രോഡക്റ്റ് ഉണ്ടാക്കൽ എന്ന് പറയുന്ന പ്രോസസ്സ് കമ്മോഡിറ്റൈസ്ഡ് ആണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ വാല്യൂ എന്ന് പറയുന്നത് വിൽക്കാൻ കഴിവുള്ളവനാണ്. ഓക്കെ, people who can go and sell stuff has more value compared to an engineer who can just build stuff, because any AI is going to do the whole process of building up. Apo I'll just conclude with the point that you know in case I don't expect any of you to go and become marketers or salespeople or anything, because I'm gonna say that this is an amazing field to be in. Okay, I was an engineer. I was in a creative field first, then I became a software engineer and I worked in the industry for some time, and I can literally code right now. But then I came to B2B marketing, B2B sales, and then I understood that this is really fun game. Okay, and there are really less people who are understanding this and playing this game on the level which you are thinking. I know that I have worked with STCT player, and it has been a really fun, cool people to work with. Okay, let me be honest. I think that you guys, if you have the rigor to actually go and learn these basics and go out on the market and start selling, I think you can go and കേരളത്തിൽ നിന്ന് അടുത്ത $1 billion ബിസിനസ് ഇറങ്ങുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. We are actually definitely good builders. We just have to groom upon our sales skills. Okay. And I'll just conclude with that. If you have any questions, you can just ask me. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എന്തെങ്കിലും ഉണ്ടോ? എല്ലാവരും പോയോ? ഹലോ, കേൾക്കാൻ ചേട്ടാ? all good. എങ്ങനെയുണ്ടായിരുന്നു? Was it useful for anyone? നല്ല ഡീറ്റെയിൽ ക്ലാസ് ആയിരുന്നു. ഡൗട്ട് ചോദിക്കണമെന്നുണ്ട്, ഫുള്ള് ക്ലിയർ. യദുവിനെ എന്നെ അറിയോ? എനിക്ക് യദു ഞാൻ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുമ്പ്. എന്നെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ജിബിൻ ഉണ്ട്. ജിബിൻ അറിയാം.
ബേസിൽ അറിയാം. ഓക്കെ, ജിബിനെ എന്തോ പറഞ്ഞു. എക്സ്പെക്ട് ചെയ്തത് ഇതായിരുന്നു എന്ന് എനിക്ക് അറിയില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്ത മാർജിന്റെ ഒരു ഇരട്ടി വന്നിട്ടുണ്ട്. ജിബിന് വിളിച്ചിട്ട് ഇങ്ങനെ ഇതുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് SJCT നമുക്ക് വളരെ വേണ്ടപ്പെട്ട കോളേജാണ്. ആക്ച്വലി നല്ല സിമ്പിൾ ആയിരുന്നു കേട്ടോ. ഇത്രയും സിമ്പിൾ ആയിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ. So basically Pulse Frame is actually doing an intern call. If any of you are interested in learning B2B marketing, how to do B2B ops, doing operations, ഇതെല്ലാം ഡീപ്ലി മനസ്സിലാക്കി ഓൺ ദ ഹാൻഡ് പഠിക്കണം എന്നുണ്ട് എങ്കിൽ I'll just give out a call. You can get back to me. ആർക്കെങ്കിലും ഉണ്ടോ B2B മാർക്കറ്റിംഗ് പഠിക്കണമെന്നൊക്കെ ഉണ്ടോ ആർക്കെങ്കിലും? ഹാൻഡ് റേസ് ചെയ്താൽ മതി. Because I was also that guy in meeting who just ഓണാക്കി വെച്ചിട്ട് ഓടിക്കളയുന്ന ഗൈ ആയിരുന്നു. യെസ്, ഒരാളെങ്കിലും ഉണ്ട്. ഓക്കെ, ഒരാളെങ്കിലും ക്ലാസ് കേട്ടു. ഓക്കെ നൈസ്. ഓക്കെ, 1 2 3 4 അടിപൊളി. എല്ലാരും ഇങ്ങ് പോരും, നമുക്ക് അടിച്ചു പൊളിയാം. It is just fun. It's different. It is you'll learn a lot of things when you master the whole B2B marketing game. നിങ്ങൾക്ക് ആക്ച്വലി B2C മാർക്കറ്റിംഗ് ഗെയിം കളിക്കാനായിട്ട് പോകുമ്പോഴും നിങ്ങൾ കൈ താഴ്ത്തിക്കും. നിങ്ങൾ B2C മാർക്കറ്റിംഗ് ഗെയിം കളിക്കാൻ പോകുന്ന സമയത്തും ദ ഹോൾ പ്രോസസ് ഇസ് ആക്ച്വലി ബിക്കോസ് നിങ്ങൾ ഇതേ പ്രോസസ്സ് ശരിക്കും B2Cയിലും ഒരു പരിധി വരെ ഉണ്ട്. പക്ഷെ വി ആർ ജസ്റ്റ് നോട്ട് അവെയർ ഓഫ് ഇറ്റ്. വി ആർ ജസ്റ്റ് സെല്ലിംഗ് ബേസ്ഡ് ഓൺ ഒരു കൺസ്യൂമർ സെൻസ് വെച്ചിട്ട് നമ്മളങ്ങ് വിറ്റ് പോവാണ് എന്ന് പറയുന്നിട്ട് കാര്യമുള്ളൂ. ബട്ട് the whole process of this is actually simple. So we are actually creating a playbook. Okay, it's called a GTM playbook. That's a term which I missed to say. സർജു സാറ് പോയി, സർജു സാറിനെ ഒരു യാത്ര പറയാൻ വിചാരിച്ചു, പറ്റിയില്ല, പറഞ്ഞിരുന്നാൽ മതി. അപ്പം GTM, ഓക്കെ, ദാറ്റ് ഈസ് എ വേർഡ് വിച്ച് ഈ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന ഇത്രയും അറിഞ്ഞിരിക്കുന്ന നിങ്ങൾ ഈ ഒരു വേർഡും കൂടെ മിസ് ചെയ്യാണ്ട് പോകണം. GTM ഈസ് കോൾഡ് ഗോ ടു മാർക്കറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോ ഈ പ്ലാൻ ചെയ്ത ദ ഹോൾ തിങ് ഈസ് ആക്ച്വലി കോൾഡ് എ ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി. അതായത് എന്റെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, എന്റെ പ്രോഡക്റ്റിനെ എങ്ങനെ മാർക്കറ്റിൽ ഇറക്കി വിടാം എന്നതിന്റെ ഒരു സ്ട്രാറ്റജിയാണ് ഒരു ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം actually Pulse Frame is working on a GTM playbook. I'll let you guys know that when you are interested. So I'll just inform you guys. You can follow me on LinkedIn and I'll let you guys know. We'll brainstorm on that. We'll have a follow-up. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കുറെ കൂടെ ഡെപ്തിൽ അറിയണം, പഠിക്കണം, ഇതിനെപ്പറ്റി എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ജിബിനോട് പറഞ്ഞാൽ മതി. We'll have an offline chat as well. So it was happy to be with you all. In conclusion, ആരെങ്കിലും പറയുക? ഞാൻ തന്നെ കൺക്ലൂഡ് ചെയ്ത് ഓടിക്കോട്ടെ. എന്റെ ചാർജ് ഇട്ടില്ല. Okay. And with that, we come to the end of today's session. By the way, thanks to Rishita. Rishita അല്ലേ? അതെ. Thank you. Okay, a huge thank you to you, sir, for joining us today and sharing such valuable insights into the world of marketing. Your knowledge and strategies definitely gave us a deeper understanding of effective marketing. And to everyone joined us, we hope today's session cleared some doubts and sparked new ideas to help you build something of your own. And stay tuned for more exciting sessions right here at Wednesday Cafe, and have a great rest of the night. By the way, I'll